ഞങ്ങൾ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ചില ആളുകൾക്ക് അത് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലാത്തവർ ദുഃഖിക്കേണ്ട. അങ്ങനെയുള്ളവർക്കും കൂടെ ഒരു അവസരം വീണ്ടും വന്നിട്ടുണ്ട്. അലിഫിൻ്റെ ഷാർജ ദുബായ് ബോർഡറിലുള്ള അൽ മംസാറിലുള്ള ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി, ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയിൽ സെക്കൻഡ് ഫേസ് വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ ലോഞ്ച് ചെയ്ത ദിവസം തന്നെ നിങ്ങൾ കണ്ടതാണ്, മുഴുവൻ യൂണിറ്റ്സും വിറ്റുപോവുകയും അത് മാത്രമല്ല അനേകം പെൻഡിങ് EOIs അലിഫിൻ്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്തു. അത്രമാത്രം ഡിമാൻഡായിരുന്നു ഫസ്റ്റ് ഫേസിന്. അപ്പോൾ അവിടെ അന്ന് നിങ്ങൾക്ക് EOI കൊടുത്തൊരു യൂണിറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ രണ്ടാമത്തെ ഫേസിൽ ബാലൻസ് ഉള്ള 2 റെസിഡൻഷ്യൽ ടവേഴ്സൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം EOI കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കിട്ടും. ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്. അതായത് ദുബായിൽ നിങ്ങൾക്കറിയാം ഒരു വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ഒരു പ്രോജക്റ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ എത്ര ഡിമാൻഡാണെന്നും എത്ര എമൗണ്ട് കൊടുത്താലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാൽ ഒരു സെമി ഗവൺമെൻറ് ഡെവലപ്പറായ അലിഫ് ചെയ്തിരിക്കുന്ന വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തിയാൽ മതി. ഒരു 10-15 മിനിറ്റ് അകലെയുള്ള ദുബായ് ഐലൻഡിൽ നിങ്ങൾക്കൊരു 1 BHK വാങ്ങണമെങ്കിൽ ഏകദേശം 2.5 മില്യൺ ദിറംസോളം കോസ്റ്റ് വരും. എന്നാൽ ആ സെയിം 1 BHK നിങ്ങൾ ഈ പ്രോജക്റ്റിലാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 1 മില്യണിൽ താഴെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 1 BHKക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ ദുബായിയുടെ ഒരു കോസ്റ്റൽ ലൈൻ നാം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ലൈനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്രീസിയേഷൻ വരുന്നത് നാളെ ഈ കോസ്റ്റ് ലൈനിൽ വേറെ പ്രോജക്ട്സ് ഒന്നും ലോഞ്ച് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ ഹ്യൂജ് അപ്രീസിയേഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ ഒരു പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും 2-3 വർഷം കഴിയുമ്പോൾ ഒരു വളരെ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ഇനി ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്ലാനൂടെ നിങ്ങൾ നോക്കുക. നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 30% മാത്രം കൊടുത്താൽ മതി ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ. 70% പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു മോർഗേജ് എടുത്തുകൊണ്ട് ലോൺ ആക്കി നിസാര EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരു നല്ല പ്രീമിയം ലൊക്കേഷനിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ടെനൻറ്റ് നിങ്ങളുടെ ലോണിനുള്ള EMI നിങ്ങൾക്ക് സിമ്പിളായിട്ട് തരികയും ചെയ്യും. അപ്പം ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് പ്ലാനുമാണ് ഇവിടെ നമുക്ക് ഡെവലപ്പർ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 5% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റും. 1 BHKയുടെ ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് ഒരു 900,000 dirhams to 1 million dirhams അപ്രോക്സിമേറ്റ്ലി. ഈവൻ ഇനി ഫുൾ വാട്ടർ ഫ്രണ്ട് ആണെങ്കിൽ ഒരു 1.1 ലെറ്റ്സ് ഒരു 900,000 തൊട്ട് ഒരു 1.1 മില്യൺ dirhams റേഞ്ചിൽ 1 BHK വരും. 2 BHK ഒരു റഫ്ലി ഒരു 1.4 to 1.6 മില്യൺ dirhamsൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ദുബായിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഇനീഷ്യൽ പേയ്മെന്റ് വളരെ കുറവാണ്. അത് മാത്രമല്ല 30% നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അതായത് മന്ത്ലി വെറും 4,500 dirhams മാത്രം ഒരു 1 BHKക്ക് കൊടുത്താൽ മതി. ഇനി 2 BHK ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 6,500 dirhams കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ സ്വന്തമായിട്ടുള്ള ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു ഷുവർ ഷോട്ട് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു പ്രോജക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഈ പ്രോജക്റ്റ് വാങ്ങിക്കാൻ തിരക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഫേസ് മിസ്സാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾ മിസ്സാക്കരുത്. കാരണം ലാസ്റ്റ് ലോഞ്ചാണ്. ഇതോടുകൂടി തന്നെ അവിടുത്തെ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് എല്ലാം സോൾഡ് ആവും. എന്നിത് ലോഞ്ച് ചെയ്യുന്നോ ആ ദിവസം തന്നെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റ് ഇപ്പം തന്നെ സെക്യൂർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം EOI തരിക, നമുക്കൊരു നല്ല യൂണിറ്റ് ബുക്ക് ചെയ്യാം.